ആ വിക്ടറെ, ഞാൻ സ്റ്റേഷനിൽ എത്തിയടാ. എടാ, ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട്, അത് നോക്കി പോയാൽ മതി. നീ എവിടെ വരുമോ? ഇല്ലടാ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ. അവന്റെ പേരെന്താണ്? മൈക്കിൾ. ആളെങ്ങനെയാ, ചൂടനാണോ? ഇല്ലടാ, അവ ഒരു പാവം. ആ ശരിയുടെ ഓട്ടോ കിട്ടി. ഹലോ, എന്ത് പറ്റി? ഞാൻ ഒരു വീഡിയോ ഇപ്പം ഇറങ്ങിയായിരുന്നു. ഏത്? ഡോക്ടർ വിക്ടറിന്റെ ഒരു പഴയ വീട് അറിയാം. അർജുൻ അല്ലേ? അതെങ്ങനെ മനസ്സിലായി? വിക്ടറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു, വാ കേറി വാ. അർജുൻ, മോളിൽ 2 റൂമുണ്ട്, അതിലേതെങ്കിലും റൂം എടുത്തിട്ട് ഡ്രസ് മാറിക്കോ. ഓക്കെ ശരി. ഈ റൂം വേണോ ഈ റൂം വേണോ? ഈ റൂം എടുക്കാം. അമ്മേ, ഹലോ, ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല. താൻ ഡ്രസ്സ് മാറിയിട്ട് വാ, താഴെ ചായ ഇട്ടിട്ടുണ്ട്. തൻ്റെ വീട് എവിടെയാണ്? ആലുവയിൽ. ആലുവയിൽ എവിടാ? കടത്തു. അവിടെയാണോ? അവിടെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത അറിയാമോ? അതെന്താണ്? താൻ കുറച്ച് പേടിക്കും. അതൊന്നും കുഴപ്പമില്ല, താൻ പറഞ്ഞോ. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇവിടെ ഒരു ശ്മശാനമായിരുന്നു. അത് പൊളിച്ചെടുത്താണ് വിക്ടറി വീട് ഇവിടെ വയ്ക്കുന്നത്. താൻ പേടിക്കണ്ട, നാട്ടുകാർ ഞാൻ എൻ്റെ ആത്മാക്കളോട് ഉണ്ടെന്നൊക്കെ പറയും, ചുമ്മാതെ. ഹലോ, ഞാനൊരു സ്ഥലത്തോട്ട് വരാം. ഓക്കെ. ഓരോരുത്തർ പിടിച്ചോണ്ട് വന്നോളൂ, ഓരോ പ്രേതവും ഭൂതവും ഒക്കെ.
അർജുൻ അർജുൻ എന്താ? താൻ ഇവിടെ ആയിരുന്നു? ഇത് വിക്ടറിൻ്റെ പഴയ ലാപ്ടോപ്പ്. ഇത് തൻ്റെ ജോലി വശത്തിന് തന്നെ എടുത്തോ. എയ്സൻ്റെ ആണോ? പെട്ടി മാത്രമേ ഈസറിൻ്റെ ഉള്ളൂ. ഇത് പഴയ പൊളിഞ്ഞ HP ലാപ്ടോപ്പ്. അവനോടും താങ്ക്സ് പറഞ്ഞേക്കണേ. എന്തുപറ്റി? ചായ വേണോ? വേണ്ട വേണ്ട. Why can't I find you
സംഭവിച്ചത്? സത്യമാണോ അതോ സ്വപ്നമാണോ? ഈ വീട് എനിക്കൊന്ന് പരിശോധിച്ച് നോക്കണം. Since the crash and broken glass, why can't I find you ഞാൻ അവൻ്റെ അടുത്തെത്താം. എന്താ അവിടെ നിന്നൊരു ശബ്ദം? അയ്യോ, ഇത് ഞാനാണ് മൈക്കിള്. എടാ, അറിയാതെ അടിച്ചത്. സോറി. ഓ, ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഒന്നുമില്ല. എന്ത് പറ്റിയത് എനിക്ക്? ഒന്നുമില്ലടാ. എന്തോ പ്രേതത്തെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടില്ല. എന്താ പ്രശ്നം? കുറച്ച് വെള്ളം തരാം, എന്നിട്ട് പറയാം. എന്തോ പ്രശ്നം പറ. സത്യം പറയാലേ, ഈ വീട്ടിൽ പ്രേതമുണ്ട്. പോടാ ഭ്രാന്ത. എനിക്ക് ഷുവറാണ് ഇവിടെ ഒരു പ്രേതമുണ്ട്. ഇംഗ്ലീഷില്ലാത്തതിൻ്റെ പ്രശ്നം കാണാം. താൻ പോയി ഒരു പാട്ട് ഇട്ടിട്ടൊക്കെ വാ. midnight on the floor, feel the bassline call, shadows on the wall start to twist and call, red lights flicker like a warning sign, heartbeat heavy and the match is mine, we don't stop when the sirens cry, this curse that's flawed comes alive tonight. അർജുനെ, എന്താ, എന്ത് പറ്റി? പുറത്തോട്ട് വരാവേ. ഓ, ശരി.
ഇവിടെ ആരും ഇല്ലേ? പുറകിലോട്ട് പോയെന്ന് നോക്കാം. എവിടെ പോയി കിടക്കുന്നിവേ? ആ തോന്നിക്കുന്നു. ഒളിച്ചിന്നൊരു സർപ്രൈസ് കൊടുക്കാം. കോയ് അർജുനേ. ഹലോ, ഇവിടെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഞാനാടാ ഡോക്ടർ വിക്ടർ. നീ എങ്ങനെ അതിന്റെ മണ്ടേ കയറി ഇങ്ങനെ വാ? ഞാൻ ഇപ്പൊ വരാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതൊക്കെയുണ്ട്. എങ്ങനെയൊക്കെ പോണ്? വീടൊക്കെ ഇഷ്ടപ്പെട്ടു? വീടൊക്കെ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നീ നേരത്തെ മെസ്സേജ് ഇട്ടില്ലായിരുന്നാ? അപ്പോൾ മനസ്സിലായി എന്താ വലിയൊരു കുഴപ്പമുണ്ടെന്ന്. എന്താ വലിയൊരു കുഴപ്പം? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം? വലിയ വിഷയമൊന്നുമില്ല. ഞാൻ കൊടുത്തിട്ട് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ മൈക്കിളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ. അതിനകത്ത് നോക്കാൻ നേരത്ത് ചെറിയ തലകറക്കം, പിന്നെ തറയിലൊക്കെ വീണ് സ്വപ്നമൊക്കെ കണ്ട് കട്ടിലിന്റെ അടിയിലൊക്കെ പോയി. പിന്നെ കണ്ണ് തുറക്കാൻ നേരത്ത് വീണ്ടും കട്ടിലിന്റെ മണ്ടേ അതേപോലെ വന്നിരിക്കുന്നു. നിനക്ക് ആ ലാപ്ടോപ്പ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? മണ്ടയിലുണ്ട്, വാ. ഇതാണാ നിന്റെ മുറി? ആടാ, ഇത് തന്നെ. ലാപ്ടോപ്പ് താണ്ടിരിക്കുന്നു. ഈ മുറിയൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ചാളായെന്ന് തോന്നുന്നല്ലേ? മൈക്കിൾ നോക്കാറൊന്നും ഇല്ലേ? വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു കേട്ടാ. ചാർജ് വരുന്നു. ചാർജ് കുറവായി. ഓ സോറി, ഞാൻ ചാർജറിലെന്ത് മറന്നുപോയി. മൈക്കിളിൻ്റെ കാണുമല്ലോ. പോയി നോക്കിയിട്ട് വരാം. ഇവിടെ കാണുമല്ലേ കേബിൾ? അവിടെ നോക്ക്. അർജുന ഇങ്ങോട്ട് വന്നേ. നിനക്ക് ഈ സംഭവം മനസ്സിലായോ? ഒപ്റ്റോഡ് ജെനറ്റിക്സ് മനസ്സിലായില്ല. മൈക്കിളേത് പഠിക്കുന്നുണ്ടാ? അറിയാൻ. ഒപ്റ്റോഡ് ജെനറ്റിക്സ് എന്തോ മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം, നീ അവിടെ പോയി. ഒപ്റ്റോഡ് ജെനറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിനെ ഒരു സ്പെസിഫിക് വേവിലെത്തിട്ട് കടത്തി വിട്ടിട്ട് മനുഷ്യന്റെ ബ്രെയിനിന്റെ കൺട്രോൾ ചെയ്യുന്നതാണ്. നീ ലാപ്ടോപ്പിന് തുറന്ന പോലെ ഇത് ഇങ്ങനത്തെ സ്വപ്നങ്ങളാകുണ്ടോ? അപ്പം ആ ലാപ്ടോപ്പിലായിരിക്കണം ആ ലാപ്ടോപ്പിലേക്കായിരിക്കും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം നീ കണ്ട സ്വപ്നമൊക്കെ അത് ഇമോഷണൽ. മൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബയോകെമിസ്റ്റല്ലേ. സോ അവനിത് ഉറപ്പായിട്ട് അറിയായിരിക്കും. അവന് എന്തോ ജോലിയാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നുള്ളൂ. അപ്പം മൈക്കിൾ ഒരു പക്ഷേ എൻ്റെ സംശയം കറക്റ്റാണെങ്കിൽ നിന്നെ അവൻ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉപയോഗിക്കായിരുന്നു. ഇത് മൈസ് എലികളിലൊക്കെ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷെ മനുഷ്യനുള്ളത് ഇൻവീങ്കലാണ്. അപ്പോൾ അവന് പൊക്കണം. ഫസ്റ്റ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ നമുക്ക് തൂക്കണം. സ്വിച്ച് ഇടറാ. എടാ ഞാനും കൂടെ നോക്കട്ടെ. പാസ്വേഡ് അടിക്കണമല്ലോ. എടാ നിനക്ക് ഇതിൻ്റെ പാസ്വേഡ് അറിയാമോ? അറിഞ്ഞൂടാ. ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും ആണെങ്കിലോ? നിനക്കറിയാമോ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്? ഇല്ല, നിനക്കറിയാമോ? മാർച്ച് 27 സോ 2703 ഒന്ന് അടിച്ചു നോക്കിയേ. 2703 ഇല്ലടാ. എന്നാ തിരിച്ചിട് 0327. അതുമല്ല. അല്ലല്ലേ? എടാ, നിനക്ക് അവൻ്റെ ഫോൺ നമ്പറിൽ ഫസ്റ്റ് 4 ഡിജിറ്റ് അറിയാമോ? അറിയാം. 9056
9056. ആ സക്സസ്. എല്ലാം പ്രിഡിക്റ്റ് ചെയ്യില്ലേടാ. ഇത് എന്നെ സാധനം. ദിസ് ഈസ് ഒപ്റ്റോജനറ്റിക്സ്. മൈക്കിൾ നിന്നെ ലാപ്ടോപ്പ് വഴി കൺട്രോൾ ചെയ്യുമായിരുന്നു. അവൻ നിന്റെ കൂടെ നടന്ന് ചതിക്കുകയായിരുന്നു. കണ്ടില്ലേ അർജുൻ ആറെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. എടാ മൈക്കിൾ വന്നെന്നാ വന്ന്. കോഫി ഞാൻ പോയി നോക്കിട്ട് വരും. ഓക്കെ. ആടാ മൈക്കിളെ നീ എന്താ എവിടെ ചുമ്മാ വന്നാ അർജുൻ ഇന്ന് കാണാൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു? ലാപ്ടോപ്പിന്റെ ചാർജ് തീർന്നു. ഈ ചാർജർ നിന്റെ ഉണ്ടോ നോക്കാൻ നിന്റെ റൂം തപ്പുമായിരുന്നു. ഇതിന് എന്റെ അടുത്ത് വെക്കാൻ എന്റെ റൂമിൽ കയറിയ എടാ അത് പിന്നെ ചാർജർ കാണാത്തോണ്ട് ഞാൻ മുറി കയറിയത്. നീ എന്തിനു പേടിക്കുന്ന? എടാ അങ്ങനൊന്നും ഇല്ലടാ, അങ്ങനൊന്നുമില്ല. എടാ മൈക്കിളെ വേണ്ട. ഇതെന്തോടാ? എന്നെ വിട് വിട്. മൈക്കിളെ എല്ലാരും എവിടെ? എന്നാലും അർജുനെ എനിക്കൊരു സംശയം. നീ എങ്ങനെയാണ് ഈ മൈക്കിളും ഇത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചാൽ? നമ്മളെ കൊണ്ട് പറ്റാത്തത് എന്ത്? എടാ പറയടാ പ്ലീസടാ. എടാ അവൻ എന്നെ ഒപ്റ്റോജനറ്റിക്സ് വെച്ച് കൺട്രോൾ ചെയ്തു. പിന്നെ എനിക്കെന്തിനാ അവനെ കൺട്രോൾ ചെയ്തൂടാ? ഓ പൊളി തന്നെ ബുദ്ധിമാൻ. ശരിടാ, ഫ്ലൈറ്റിന് സമയം, ഞാൻ പിന്നെ വിളിക്കേ. The clock stopped at the edge of the world. No more shadows, only the red. Can you feel the shift? The skin of the earth is peeling back. I remember